എത്ര 2.5 കിലോ മേലുണ്ടല്ലേ? ആണല്ലേ. ദ്വീപുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ലക്ഷദ്വീപായിരിക്കും അല്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ജനവാസമുള്ള ദ്വീപുകൾ ഉണ്ടെന്നറിയോ? അതിൽ തന്നെ 1200ഓളം വർഷങ്ങൾക്ക് മുന്നേ ജനവാസം ആരംഭിച്ചു എന്ന് പറയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു ദ്വീപ് വില്ലേജാണ് പെരുമ്പളം. അവരുടെ ചിരകാല സ്വപ്നമായ പെരുമ്പളം പാലം യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ ആ പാലത്തിന്റെ കാഴ്ചകളും ഞങ്ങളുടെ ആ ദ്വീപിൽ ചെലവഴിച്ച ഒരു ദിവസവുമാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വാ. ആദ്യ വീഡിയോ കണ്ടവർ ഭാര്യയുടെ അനിയന്റെ കൂട്ടുകാരൊക്കെ കണ്ടു കാണും. അവർക്ക് രാവിലെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി. വൈകുന്നേരമായ സമയം നോക്കി ഞങ്ങൾ പാലം പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോ കൂടെ അളിയനും ഹരിതയും ഉണ്ട്. പെരുമ്പളം ആലപ്പുഴ ജില്ലയിലാണെങ്കിലും കോട്ടയം എറണാകുളം ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ദ്വീപ് വില്ലേജ് കൂടിയാണ് കേട്ടോ. കണ്ടൽക്കാടുകളും മുൾക്കാടുകളും കൈതകളൊക്കെ നിറഞ്ഞ വലിയ പ്രദേശമായിരുന്നു പണ്ടിവിടെ. ഈ പെരും എന്നാൽ വലുത് എന്നാണല്ലോ അർത്ഥം വരുന്നത്. അപ്പോൾ വലിയ കടലോരമെന്നോ വലിയ ചതുപ്പ് പ്രദേശമെന്നോ ഉള്ള അർത്ഥത്തിലാവും പെരുമ്പളം എന്ന പേരുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. AD 1341 വലിയ വെള്ളപ്പൊക്കത്തില് മൂവാറ്റുപുഴയാർ കരകവിഞ്ഞൊഴുകിയപ്പോണ്ടായ വലിയ പ്രളയവും ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുമാണ് പെരുമ്പളം ദ്വീപിന്റെ രൂപീകരണത്തിന് കാരണമായെന്ന് പറയപ്പെടുന്നത്. അന്ന് അങ്ങനെ ഈ ദ്വീപ് ഉണ്ടായതുകൊണ്ടാണ് ഈ കടയിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഈ മോര് കുടിക്കാൻ പറ്റുന്നത്. ഇതാണ് അമ്രുവിന്റെ അളിയന്റെ ഒക്കെ നാടൻ മോര് കുടിക്കുന്ന അച്ചു വല്ലിച്ചന്റെ കട. നമ്മുടെ പെരുമ്പളം ഗവൺമെന്റ് ആശുപത്രി കഴിഞ്ഞ് വടക്കോട്ട് പോകുമ്പോൾ വലതുവശത്തുള്ള ഒരു കുഞ്ഞു കടയാണിത്. നല്ല തണുത്ത മോര് സോഡ ഒഴിച്ചോ വെള്ളം ഒഴിച്ചോ കുടിക്കാം. അങ്ങനെ കുറച്ചു നേരം അവരൊക്കെ ഇടുന്ന് സംസാരിച്ച് മോരും വെള്ളം 1-2 കുടിച്ച് വന്ന വിശേഷങ്ങളും പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് നമ്മളതേ പാലം പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. കാരണം ഈ സമയത്ത് ചെന്നാലേ നല്ല കാഴ്ച കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങണേണ് അവിടെ നിന്ന്. ബാ. പെരുമ്പളത്തെ നാടൻ വഴികളിലൂടെ യാത്ര ചെയ്ത അവസാനം പാലം തുടങ്ങുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ്. അപ്പോൾ പാലത്തിന്റെ അങ്ങേയറ്റം വരുന്നത് വടുതലയാണ്. പിന്നെ മുതൽ നമ്മൾ ഈ പാലത്തിൽ കൂടി വരും കുറച്ചാൾ കഴിയുമ്പോ. പാലത്തിന്റെ പണി നടക്കുന്ന കാരണം ശ്രദ്ധിച്ച് നടക്കണം. മാത്രമല്ല പാലത്തിന്റെ മധ്യഭാഗത്തേക്ക് പോകാനും പാടില്ല. അപ്പൊ ഞങ്ങൾ പുറത്ത് നിന്നപ്പോൾ പണി നടക്കുന്ന സൈഡിലെ ചേട്ടന്മാർ പറഞ്ഞ് അധികം നടുക്കേക്ക് പോകരുത്, അവിടെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് പണി നടക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും നമ്മൾ അധികം ദൂരേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് മാത്രം നടന്നിട്ട് നമ്മൾ തിരികെ പോരും. എങ്ങനെയുണ്ട് കാഴ്ചകള്? അടിപൊളി, ഭയങ്കര സമാധാനമായ സ്ഥലം. പെരുമ്പളം എന്ന ദ്വീപിലെ പ്രധാന പൊതുഗതാഗത സംവിധാനം ബോട്ടും ജങ്കാറുമാണ്. പൂത്തോട്ടയിൽ നിന്ന് വാത്തിയാടേക്കും പാണാവള്ളിയിൽ നിന്ന് മാർക്കറ്റ് എന്ന ഭാഗത്തേക്കുമാണ് ജങ്കാർ സർവീസ് ഉള്ളത്. പിന്നെയുള്ളത് ബോട്ട് സർവീസാണ്. പെരുമ്പളത്തിന് മൊത്തത്തിൽ ചുറ്റിയുള്ള ബോട്ട് സർവീസും പിന്നെ പൂത്തോട്ടയിൽ നിന്നും പാണാവള്ളിയിൽ നിന്നും സൗത്ത് പറവൂരിൽ നിന്നും ഡയറക്റ്റും അതിൽ തന്നെ മൊത്തത്തിൽ ചുറ്റിയുള്ള ബോട്ട് സർവീസും ഉണ്ട്. അപ്പോൾ നമ്മൾ തെക്ക് ഭാഗത്തു നിന്ന് വടക്ക് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു പ്രദക്ഷിണം തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ സ്വന്തം വാഹനങ്ങളോ അല്ലെങ്കിൽ വള്ളമോ ഉപയോഗിക്കാം. അത് മാത്രമല്ല കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ബസ് സർവീസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു കാരണം അത് നിർത്തലായി കളഞ്ഞു. ഈ പാലം വരുന്നതോടുകൂടി അക്കരെ എന്നൊക്കെ പുതിയ ഒരുപാട് ബസ് സർവീസുകൾ വന്നേക്കാം. പക്ഷെ ജങ്കാർ സർവീസ് പൂത്തോട്ടയിൽ നിന്ന് വാത്തിയാടേക്ക് ഉണ്ടാവുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ പെരുമ്പളംകാരെ വെച്ച് ഇന്ന് വരെയുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ യാത്രകളിലും ആഘോഷങ്ങളിലും സ്വപ്നങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം വഞ്ചികളും ബോട്ടുകളും ജങ്കാറുകളും ഒക്കെ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഏറെയാണ്. ആ സാഹചര്യത്തിൽ ഈ പാലം പെരുമ്പളം എന്ന ചെറിയ ദ്വീപിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരുപാട് മാറ്റം കൊണ്ടുവരും. മാത്രമല്ല സ്വാഭാവികമായ ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ശക്തി പ്രാപിക്കുകയും ചെയ്യും. പിന്നെ നിലവിൽ പെരുമ്പളത്ത് 12,000-ൽ താഴെ ജനസംഖ്യ ഉണ്ടെന്നാണ് കണക്കുകൾ. അവരുടെ എല്ലാം കാത്തിരിപ്പ് കൂടിയാണ് ഈ ഒരു പാലം. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച എനിക്ക് വർണ്ണിക്കാനേ പറ്റുള്ളൂ. ദൂരെ ജങ്കാറൊക്കെ പോകുന്നുണ്ട്, ബോട്ടൊക്കെ പോകുന്നുണ്ട്, ചെറിയ വള്ളങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ സൂം ക്യാമറ ആയിരുന്നെങ്കിൽ ഇതൊക്കെ നേരിട്ട് ഒന്നുകൂടി അടുത്ത് കാണിച്ചു തരാമായിരുന്നു. അപ്പുറത്തെ സൈഡിൽ അരൂരിന്റെ ഭാഗങ്ങളും എറണാകുളത്തിന്റെ ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ ദ്വീപിന്റെ തെക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ ഫാക്ടറിയിലെയും റിഫൈനറിയുടെയും ചില ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. തൃപ്പൂണിത്തുറയിലെ ചോയ്സ് ടവർ കാണാം എന്ന് പറയുന്നതുകൊണ്ട് ഇതൊക്കെ അടുത്താണെന്നല്ല, ഒരുപാട് കിലോമീറ്റർ അകലെയാണ് അതൊക്കെ. നാളെ ഈ പാലത്തിൽ ഇങ്ങനെ ഇരിക്കാനോ നടക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് പണ്ട് ഞങ്ങൾ ഇതിലെ നടന്നതും പെരുമ്പളത്തെ വിശേഷങ്ങൾ പറഞ്ഞതൊക്കെ വർഷങ്ങൾക്കപ്പുറം കാണാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഈ പാലം തുറന്നതിന് ശേഷമുള്ള വീഡിയോ കൂടി ഞങ്ങൾ ചെയ്യും. ഈ സന്ധ്യക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഫീൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, സമാധാനം. വളരെ ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് പെരുമ്പളത്തിന്റെ ഓരോ സൈഡിലും. അപ്പോൾ എത്രയും വേഗം പാലം പണിയൊക്കെ പൂർത്തിയായി ഇവിടുത്തെ നാട്ടുകാരുടെ യാത്രാക്ലേശമൊക്കെ പരിഹരിക്കപ്പെടട്ടെ എന്ന ആത്മഹത്യത്തോടെ ഞങ്ങളിത് വീട്ടിലേക്ക് പുറപ്പെടാൻ പോവാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബീഫ് കൊണ്ട് BDF ഉണ്ടാക്കണം.
അപ്പൊ ഞങ്ങൾ തിരികെ നടന്നപ്പോൾ ഒരു ശബ്ദം, ഒരു മോട്ടോർ വെള്ളം പാലത്തിനടിയിലേക്ക് പറഞ്ഞേ. നമുക്ക് വരാനുള്ള വണ്ടി പിടിച്ച് വരും എന്ന് പറയുന്ന പോലെ വഞ്ചി പിടിച്ചാണ് ഇത്തവണ വന്നേക്കുന്നത്. ഒരു പഴഞ്ചൊല്ലില്ല, ഓരോ അരിമണിയിലും അത് കഴിക്കുന്ന ആളുടെ പേരുകൂടി ഉണ്ടെന്ന്. അരിമണി അല്ലെങ്കിലും വേറൊരു സാധനം ആ വള്ളത്തിലുണ്ട്. പാലത്തിന്റെ അടിയിലെ ജെട്ടിയിലേക്ക് ചുമ്മാ പോയിട്ട് പാലത്തിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് പോവാം എന്ന പ്ലാനിലായിരുന്നു ഞങ്ങൾ താഴേക്ക് വന്നത്. ചില കാര്യങ്ങളൊക്കെ പ്ലാനിൽ ഇല്ലാതെ സംഭവിക്കൂലേ. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചയാണ് ദേ ഇവിടെ നടക്കാൻ പോകുന്നത്. ആ വന്ന 2 ചേട്ടന്മാരല്ലേ അവിടെ വന്ന് വലയിടണേണ്. ഇപ്പൊ മണി ഏകദേശം 5:30 5:45 ഉണ്ട്. 5:30. ചേട്ടന്മാർ ഇപ്പോഴും നല്ല പണിയിലാണ്. മാത്രമല്ല അവർ വലയിടുന്നത് നമുക്ക് വീഡിയോ പിടിക്കുകയും ചെയ്യാം. അപ്പോൾ ബാക്കിലുണ്ടായിരുന്ന ചേട്ടൻ നമ്മളോടൊരു ചോദ്യം, കരിമീൻ വേണമെന്ന്. അതും നല്ല പിടക്കണ ജീവനുള്ള കരിമീൻ. എത്ര 2.5 കിലോ മേലെ ഉണ്ടല്ലേ? 2 കിലോയുടെ മേലുണ്ട്. ആ ചേട്ടന്റെ വലയാണ്, ചേട്ടൻ തന്നെ തന്നെ 2 കിലോ മേലെ ഇല്ലടാ, ദൈവം ആൾക്കറിയാൻ പറ്റും. ആണല്ലേ? അങ്ങനെ അതെ നമ്മൾ വിലയൊക്കെ പറഞ്ഞ് കരിമീൻ വാങ്ങിയിട്ടുണ്ട്. ആ ചേട്ടൻ 2.5 കിലോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിതേ പോണ വഴി ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തൂക്കി നോക്കിയായിരുന്നു. കറക്റ്റ് 2.5 കിലോയ്ക്ക് മേലെ ആ കരിമീൻ്റെ തൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതെ നമ്മൾ മീൻ മേടിച്ചതേ തിരികെ വീട്ടിലേക്ക് പോകാൻ പോണാണ്. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് കരിമീൻ പൊള്ളിച്ച് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ BDF ഉണ്ടാക്കണം, ഇത് ഉണ്ടാക്കണം, അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കാൻ നേരത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും വൈകും. അപ്പോൾ ആ ചേട്ടന്മാരോട് ടാറ്റയും പറഞ്ഞതേ ഗൂഗിൾ പേയിൽ പൈസ അയച്ച് ഞങ്ങളിതേ അവിടുന്ന് പോവാം. അപ്പോഴും ആ ചേട്ടന്മാർ പണി നിർത്തിയിട്ടില്ല. കരിമീൻ വീട്ടിലെത്തിച്ചപ്പോൾ ഏകദേശം 7-7:45 മണിയായി. കഴുകാനായിട്ട് വെള്ളത്തിലിട്ടപ്പോൾ പോലും അത് ചത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് BDF ഉണ്ടാക്കാം. BDF എന്ന് പറഞ്ഞാൽ ബീഫ് ഡ്രൈ ഫ്രൈ എന്നാണ് ചിലയിടത്ത് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ബീഫ് ചില്ലി എന്നും പറയും. അപ്പോൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുക്കറിൽ ഒരു 60-70% വേവിച്ചെടുക്കാനാണ് പ്ലാൻ. ഇനി അതിൽ മുട്ട, ഇഞ്ചി വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, പെരിഞ്ചീരകം, കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര്, കാശ്മീരി മുളക് പൊടി, പിന്നെ കോൺഫ്ലവർ, ബീഫ് സ്റ്റോക്കും കൂടി ചേർത്ത് ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചായിരുന്നു. ഇനി നമ്മൾ നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് അത് വറുത്ത് കോരി എടുക്കണേണ്. ഈ സാധനം വറുത്ത് തുടങ്ങുമ്പോൾ ഒരു സ്മെല്ലടിക്കും. BDF പ്രേമികളോട് ഈ മണത്തെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏകദേശം എടുക്കുന്നതിന് മുന്നേ കുറച്ച് വേപ്പിലയും കുറച്ച് പച്ചവളവും കൂടി ഇട്ട സാധനം സെറ്റായി. ഇനി ഒരു 1/2 മിനിറ്റൊക്കെ സാധനം നന്നായിട്ട് വഴിച്ചിട്ട് ആ പാത്രത്തിലേക്ക് മാറ്റണം. സത്യം പറഞ്ഞ് ഈ വറുത്തിടുന്ന പാത്രത്തിന് വേറൊരു ലോക്ക് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ തന്നെ തിന്നു തീർക്കും. ആകെ 1 കിലോ ബീഫ് ഉണ്ടായിരുന്നതിൽ 1/4 കിലോ ഞാനും അമ്മറും കൂടി തിന്നു തീർത്ത്. അപ്പൊ ബീഫൊക്കെ വറുത്ത് നമ്മൾ കരിമീൻ മുറിക്കാൻ പോണേണ്. വിശന്നിട്ട് കൂട്ടല് പൊരിഞ്ഞ കാരണം അച്ഛൻ പുഴുങ്ങിയ കോഴിമുട്ടയിൽ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാനും അമ്മറും കൂടി കഴിക്കണേണ്. അങ്ങനെ നമ്മൾ കരിമീനൊക്കെ കട്ട് ചെയ്ത് അതിൽ മസാല പുരട്ടണേണ്. ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് BDF ഉണ്ടാക്കുന്ന കരിമീൻ ഉണ്ടാക്കുന്ന ഷോർട്സ് ആയിട്ടാണ് വേറെ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. സമയം ഒരുപാട് വൈകിയോണ്ട് തന്നെ വീഡിയോ എടുക്കലും ഉണ്ടാക്കലൊക്കെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല നല്ല വിശപ്പുണ്ട്. പിന്നെ ഓരോ ഘട്ടം കഴിയുമ്പോഴും കരിമീനിൻ്റെ മണവും പൊരിച്ചു വെച്ച BDFൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഉള്ള ഒരു ആവേശം ഉണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ടേബിളിലേക്ക് വിഭവങ്ങൾ നിരത്തനാണ്. 4 കരിമീൻ പൊള്ളിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോഴൊക്കെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടായി. പിന്നെ കുറച്ച് പൊറോട്ട ഞങ്ങൾ മേടിച്ചായിരുന്നു. അമ്രുവിൻ്റെ ഒക്കെ ബീഫ് സ്റ്റോക്ക് കൊണ്ട് ഒരു സൂപ്പ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ചോറിലേക്ക് ഒഴിച്ച് ആ കരിമീൻ പീസ് ചോറിലേക്ക് കിള്ളിയിട്ട് ഇനി അമ്രുവിൻ്റെ എക്സ്പ്രഷൻ പറയട്ടെ കഥ. BDFും കരിമീനും പൊറോട്ടയും കൂടി അത്താഴം കഴിച്ച് ഞങ്ങളിതേ ഉറങ്ങാൻ പോവാണ്. നീണ്ട 3 ദിവസത്തെ സ്റ്റേയിൽ ഞാനും അമ്രുവും തിരിച്ച് വീട്ടിൽ എടപ്പള്ളിയിലേക്ക് പോവാണ്. വാത്തിയാട് ജെട്ടിയിൽ നിന്നാണ് ഞങ്ങൾ ജങ്കാർ പിടിച്ച് നേരെ പൂത്തോട്ട് പിടിച്ച് അവിടെ 1-2 പേരെ കണ്ടിട്ട് പോരാനാണ് പ്ലാൻ. അപ്പോൾ 3 ദിവസത്തെ കുറേ വിശേഷങ്ങളും സന്തോഷങ്ങളും ഓർത്തുകൊണ്ട് അതെല്ലാം ക്യാമറയിൽ പകർത്തിയാണ് ഞങ്ങളുടെ മടക്കയാത്ര. ആ കാണുന്നതാണ് വാത്തിയാട് ബോട്ട് ജെട്ടി. മടക്കയാത്രയിലും കാഴ്ചകൾ ഒരുപാടുണ്ട്. മീൻ പിടിക്കുന്നവർ, ജോലി തേടി അക്കരെ പോകുന്നവർ, ഇക്കരെ വരുന്നവർ, റിസോർട്ടുകളുടെ വിനോദയാത്രാ സംഘങ്ങൾ, അങ്ങനെ കായൽ നമുക്ക് തരുന്ന കാഴ്ചകളുടെ വസന്തം. സത്യത്തിൽ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇതൊരു സാധാരണ കാഴ്ച മാത്രമായിരിക്കും. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചല്ല, മല അധികം കാണാത്തവന് അതൊരു കാഴ്ച, കടലധികം കാണാത്തവന് അതൊരു കാഴ്ച. അതുപോലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വല്ലപ്പോഴും കാണുന്നവന് അത് വലിയ കാഴ്ച. പിന്നെ കുറെ ആളുകളുണ്ട് യാത്രകൾ ഹരമായി തീർന്നവര്. അവർക്ക് ഈ കാണുന്നതെല്ലാം മായക്കാഴ്ച, ഒരു കിണ്ണം കാഴ്ച കാഴ്ച. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ ഒരുപാട് ചെറുതും വലുതുമായ തുരുത്തുകളുണ്ട്. ചിലത് ഏക്കർ കണക്കിന് വരുന്നുണ്ട്, ചിലത് ചെറുതുണ്ട്. അവയിൽ മിക്കതും പല ആളുകളും വീട് വെച്ച് താമസിക്കുന്നതും ചില കൃഷികളും കന്നുകാലി വളർത്തലും ഒക്കെ ആയി കൂടുന്നവരാണ്. അവർക്ക് സ്വന്തമായിട്ട് ജെട്ടിയും സ്പീഡ് ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ഉണ്ടാവും. ആ തുരുത്തിലൊക്കെ മുൻപ് ഞാൻ ഒരുപാട് പോത്തുകളൊക്കെ കെട്ടിയിട്ട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല തെങ്ങിന്റെ അതിപ്രസരമാണ് എല്ലാ സ്ഥലങ്ങളിലും. കൂടാതെ മീൻ വളർത്താനും നല്ല സൗകര്യമാണല്ലോ. അങ്ങനെ നമ്മുടെ ജങ്കാർ കരയോട് അടുക്കണയാണ്. അവിടെയും തീരത്തോട് ചേർന്ന് മീൻ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജങ്കാർ ഇറങ്ങി ബൈക്കിലായതുകൊണ്ട് അമ്രുവാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പെരുമ്പളം കാഴ്ചകൾ താൽക്കാലികമായി തീരണയാണ്.
കരിമീൻ്റെ ഷോർട്ട് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണം. പുതിയ നല്ല വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ദാസ് ആൻഡ് അമ്രു. ബൈ.